ഹലോ ഗൈസ്, ചെമ്പനീർപ്പൂവിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സ്തുതി കാശ് കൊടുക്കുമ്പോൾ സച്ചി അത് തട്ടിപ്പറിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഇതൊന്ന് എണ്ണി നോക്കട്ടെ, ഇവൻ്റെ കാര്യമായതുകൊണ്ട് 1,00,000 ഉണ്ടോയെന്നും പറയാൻ പറ്റില്ല എന്ന് പറയുവാണ്. എന്നിട്ട് നേരെ പകുതി ക്യാഷ് എടുത്ത് ശ്രീകാന്തിൻ്റെ കൈ കൊടുത്തിട്ട് പറയാണ്, എടാ പകുതി നീ എണ്ണടാ എന്ന് പറയുവാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ശ്രുതി പറയാണ്, അങ്കിൾ എന്താ അങ്കിൾ ഇത്, അങ്കിളുടെ മോൻ തന്നെയല്ലേ, പിന്നെ എന്തിനാ ഇവരിങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ചന്ദ്ര രേവതി നോക്കിയിട്ട് പറയാണ്, ഇവരെയും കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്ന നീയാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുവാണ്. അപ്പോഴത്തേക്ക് രേവതിക്ക് ദേഷ്യം വന്നിട്ട് പറയാണ്, ഞാൻ പറയുമ്പോൾ ചെയ്യാനിരിക്കുവാണോ ഇവർ, നിങ്ങൾക്ക് ചോദിക്കാൻ പാടില്ലേ എന്ന് ചോദിക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ശ്രീകാന്ത് എണ്ണുന്നതിൻ്റെ അകത്ത് 50,000 രൂപയുണ്ട്, സച്ചി എണ്ണുന്നതിൻ്റെ അകത്ത് 46,000 രൂപയേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും സച്ചി പറയാണ്, എനിക്ക് പണ്ടേ അറിയാമായിരുന്നു ഇവൻ ഇതിൽ നിന്ന് മുക്കുമെന്ന്, ഇപ്പം എങ്ങനെ ഇരിക്കുന്നു. അപ്പോഴേക്കും ദേഷ്യം വന്നിട്ട് ശ്രീകാന്ത് സ്തുതിയോട് ചോദിക്കുവാണ് കേട്ടോ, എന്താ ഏട്ടാ നാണമില്ലേ, ഇതിൽ നിന്നും എടുത്തു മാറ്റാൻ ചോദിക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ആകെ ചമ്മി നാറി എല്ലാവരുടെയും മുമ്പിൽ നിൽക്കുവാണ്. രേവതി ആണെങ്കിൽ ഇപ്പം ആര് പറഞ്ഞാലെന്താ, എണ്ണിയിപ്പം കാശില്ലല്ലോ എന്നുള്ള രീതിയിൽ നിൽക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി പറയാണ്, നിങ്ങൾ എന്നെ ഒന്ന് സംസാരിക്കാൻ അനുവദിക്കുക, ഞാൻ ആ കാശ് എടുത്തിട്ടൊന്നുമില്ല, ക്യാൻസലേഷൻ ഫീസും അതും ഇതെന്നൊക്കെ പറഞ്ഞ് 4,000 അവർ പിടിച്ചതാണ്, അല്ലാതെ ഞാൻ എടുത്തതല്ല എന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ശ്രുതി പറയാണ്, 4,000 രൂപയല്ലേ പ്രശ്നം, അത് സാലറി വരുമ്പോൾ കൊടുക്കാമെന്ന് പറ ശ്രുതി എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രുതി ഇങ്ങനെ ഞാൻ പിന്നെയും പെട്ടല്ലോ എന്നുള്ള രീതിയിൽ നിൽക്കുവാണ് കേട്ടോ. ചന്ദ്ര അതെ അത് കറക്റ്റാണ്, ഇവൻ പിന്നെയും പെടുവാണല്ലോ എന്നുള്ള രീതിയിൽ നിൽക്കുവാണ്. അപ്പോഴത്തേക്ക് ശ്രുതി സാലറി വരുമ്പോൾ തരാമെന്ന് പറയുവാണ്. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുവാണ്, ഇതെന്താ ഇതിനൊരു ഉറപ്പില്ലാത്ത രീതിയിലൊരു പറച്ചിൽ എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുകയാണ്, ഉറപ്പൊക്കെ ഉണ്ട്, അവൻ സാലറി വരുമ്പോൾ തരും, അല്ലേടാ ശ്രുതി എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോഴേക്ക് ശ്രീകാന്ത് തന്നാൽ മതി എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയുകയാണ്, ഇവനായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല, ഇതുപോലെ അമ്മയും മോനും പലതവണ സത്യം ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോഴത്തേക്ക് രക്ഷപ്പെടാൻ വേണ്ടി പിന്നെ കാല് മാറും, അതാണല്ലോ രണ്ടിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞിട്ട് ശ്രുതിയോട് പറയുകയാണ്, ഒരു കാര്യം ചെയ്യേ, നിനക്ക് നീ തരാമെന്നല്ലേ പറഞ്ഞേ, അതിനൊരു എവിഡൻസ് വേണം എന്ന് പറഞ്ഞ് സച്ചി ഫോൺ എടുക്കുവാണ് കേട്ടോ. ഫോൺ എടുത്തിട്ട് പറയുകയാണ്, ഇനി ഫോണേ നോക്കി പറ, ഞാനിതൊന്ന് റെക്കോർഡ് ചെയ്യട്ടെ എന്ന് പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന രവീന്ദ്രൻ പറയുന്നുണ്ട്, എന്താടാ ഇതൊന്നും വേണ്ട എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറയണം, അച്ഛൻ്റെ കാശാച്ചാ, അച്ഛന് വേണ്ടേ, മിണ്ടാതിരിക്കുക, ഞാനതൊന്ന് റെക്കോർഡ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഇത്തേ നോക്കി പറയടാ എന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതിക്ക് ഇതെല്ലാം കണ്ട് ദേഷ്യം വരുവാണ് കേട്ടോ. ശ്രുതി ചോദിക്കുകയാണ്, എന്താ നീ കാണിക്കുന്നേ, നീ കുറേ നേരമായല്ലോ ഇദ്ദേഹത്തിനെ ഇൻസൾട്ട് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ച് അങ്ങ് തുടങ്ങുവാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, നീ ആരാ ഇവിടുത്തെ രാജാവാണോ, നീ പറയുന്ന ഇവിടെ ഉള്ളവരെല്ലാം കേൾക്കണം എന്നാണോ എന്നൊക്കെ ചോദിക്കുവാണ്. സച്ചിയാണെങ്കിൽ ചോദിച്ചൊന്നും മിണ്ടുന്നില്ല, ശ്രുതിനെ പുച്ഛത്തോടെ ഒരു നോട്ടം നോക്കുന്നുള്ളൂ. പക്ഷേ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന രേവതി പറയുവാണ്, അതെ കേൾക്കണം, അച്ഛനല്ലാതെ ഈ വീട്ടിൽ ചിലവിന് ക്യാഷ് എടുക്കുന്ന ഇദ്ദേഹമാണ്, അപ്പോൾ പിന്നെ പറയുന്നതൊക്കെ കേൾക്കേണ്ടി വരും, രാജാവാണോ എന്ന് ചോദിച്ചല്ലോ, അതെ ഇദ്ദേഹം രാജാവ് തന്നെയാണെന്ന് പറയുവാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് അടി കിട്ടിയോലാവുകയാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര രേവതിയോട് ചൂടാവുകയാണ്, നീ എന്താടി ഇവനോട് വഴക്കുണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയേക്കുവാണോ എന്ന് ചോദിക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറയാണ്, വഴക്കൊന്നും ഉണ്ടാക്കിയതല്ല, ചോദിച്ചതിന് മറുപടി പറഞ്ഞതെന്ന് പറയുവാണ്. ഇതെല്ലാം കേൾക്കുന്ന ശ്രീകാന്തിന് ഭയങ്കര അഭിമാനത്തോടെ ചിരി വരുവാണ് കേട്ടോ. സച്ചിയും രേവതി കൊള്ളാലോ എന്നുള്ള രീതിയിൽ തന്നെ നോക്കുവാണ്. രവീന്ദ്രൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. എല്ലാം കണ്ട് ദേഷ്യം സഹിക്കാൻ വയ്യാതെ ശ്രുതി പറയാണ്, കാശിപ്പം തന്നെ ഞാൻ തന്ന പ്രശ്നം തീർന്നല്ലോ എന്ന് പറഞ്ഞ് കരുതുള്ളി മുറിയിലോട്ട് പോവാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, വേണ്ട മോളെ വേണ്ട, ഇവൻ ചുമ്മാ ഓരോ മണ്ടത്തരം പറഞ്ഞൊന്നും വെച്ച് എന്ന് പറഞ്ഞിങ്ങനെ നിർത്താൻ നോക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി മുറിയിൽ ചെന്ന് 4,000 രൂപ എടുത്തുകൊണ്ട് വരുവാണ് കേട്ടോ. എന്നിട്ട് 4,000 രൂപ സച്ചിക്ക് കൊടുക്കുവാണ്. എന്നിട്ട് പറഞ്ഞു, നിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലോ, ഇനി കണക്ക് പറയാൻ വന്നേക്കരുത്, പിന്നെ ഇനി തൊട്ട് സാലറി കിട്ടുമ്പം ഞങ്ങളുടേത് ഞങ്ങൾ തരും, ചിലവ് കാശ്, അതോർത്ത് നീ ബുദ്ധിമുട്ടുണ്ടോ എന്ന് പറയുമ്പോൾ ശ്രുതി വീണ്ടും ഇവളെന്നെ പിന്നെയും കുഴിയിലോട്ട് ചാടിക്കുവാണോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നിങ്ങളുടെയൊക്കെ കാശ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ എടുക്കും എന്നുള്ള രീതിയിൽ ശ്രുതി പറയുവാണ്. അത് കേൾക്കുന്ന രേവതിക്ക് ദേഷ്യം വരുവാണ് കേട്ടോ. രേവതി പറയുകയാണ്, ഞങ്ങളുടെ ക്യാഷൊന്നും എടുക്കണ്ട, നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കാൻ പഠിച്ചാൽ മതി എന്ന് പറയുവാണ്. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയാണ്, മോളെ വേണ്ട, വഴക്കൊന്നും ഉണ്ടാക്കണ്ട, ഒരു കൂട്ടുകുടുംബമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചിലപ്പം കൊടുക്കലും വാങ്ങലും ഒക്കെ ഉണ്ടാവും, അത് വിട്ടേക്ക് എന്ന് പറയുവാണ്. ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി ക്യാഷ് എല്ലാം കൂടെ കൂട്ടി അച്ഛനെ ഏൽപ്പിക്കുകയാണ് കേട്ടോ. എല്ലാ തവണത്തെയും പോലെ തന്നെ രവീന്ദ്രൻ പറയുകയാണ്, അത് അമ്മേനെ ഏൽപ്പിച്ചേക്കെന്ന് പറയുവാണ്. ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്കും ചന്ദ്ര ഇങ്ങനെ ഇങ്ങേർക്ക് ഇത്രയായിട്ടും എന്നെ വിശ്വാസമാണല്ലോ എന്നുള്ള രീതിയിൽ നിൽക്കുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുവാണ്, ഇവളെന്തോ കല്യാണത്തിന് കടങ്ങളൊക്കെ മേടിച്ച് കൊടുക്കാനുണ്ടെന്നല്ലേ പറഞ്ഞേ, അതെന്തായാലും തീർക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ ചന്ദ്രയോട് പറയുന്നുണ്ട്, നമ്മൾ ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ മുകളിലോട്ട് വിരൽ ചൂണ്ടിക്കഴിഞ്ഞാൽ ആ വിരൽ നമ്മുടെ നേരെയും ലാസ്റ്റ് വരും എന്ന് പറയുകയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സച്ചി ശ്രുതിനെ കളിയാക്കാൻ വേണ്ടിയിട്ട്, എന്താണെന്നറിയത്തില്ല, എൻ്റെ വിരൽ ഇവൻ്റെ നേരെ തന്നെ ചൂണ്ടിക്കൊണ്ടിങ്ങനെ നിൽക്കുക എന്നിങ്ങനെ പറയുവാണ് കേട്ടോ.
ഇത് കാണുമ്പോഴത്തേക്ക് ശ്രുതി ഇങ്ങനെ അമ്മേ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. പിന്നെയും ശ്രുതിക്ക് ഇതൊക്കെ കാണുമ്പോൾ ദേഷ്യം വരുവാണ് കേട്ടോ. ശ്രുതി പറയാണ്, നീ കൂടുതൽ ഇദ്ദേഹത്തിനൊന്നും പറയണ്ട, ഞങ്ങൾ ചിലവിനുള്ള ക്യാഷ് എടുക്കാമെന്ന് പറഞ്ഞല്ലോ, ഇനിയിപ്പം ആരും ഒന്നും കൂടുതൽ പറയാൻ വേണ്ടി നിൽക്കണ്ട എന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും ഇതെല്ലാം കണ്ട് പിന്നെ ഇവർ വഴക്കാവാൻ തുടങ്ങുവാന്ന് മനസ്സിലാവുന്ന രവീന്ദ്രൻ പറയുകയാണ്, ആരും വഴക്കിടാണ്ട, ഒരു കുടുംബമാകുമ്പോൾ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചാൽ എല്ലാവരെയും പിരിച്ചു വിടുന്നുണ്ട്. കയറി പോകുന്നതിന് മുമ്പ് ശ്രുതി രേവതിനെ തുറച്ചു നോക്കുവാണ് കേട്ടോ. രേവതി ഒട്ടും വിട്ട് കൊടുക്കുന്നില്ല, നല്ല ദേഷ്യത്തിൽ തന്നെ നോക്കുവാണ്. പിന്നെ കാണിക്കുന്ന രേവതി മുറിയിലിരുന്ന് തുണിയെല്ലാം മടക്കി വെക്കുവാണ്. മടക്കി വെക്കുന്ന സമയത്ത് സച്ചി വന്ന് ചോദിക്കുന്നുണ്ട്, നിൻ്റെ പണി ഇതുവരെ തീർന്നില്ലേ എന്ന് ചോദിക്കുമ്പം രേവതി പറയാം, ഒരു വീട്ടിൽ എന്തൊക്കെ പണിയുണ്ടെന്ന് നിങ്ങൾക്കറിയോ എന്ന് പറയുമ്പോഴേക്കും സച്ചി പെട്ടെന്ന് രേവതിയെ കളിയാക്കി പറയുന്നുണ്ട്, ഓ സോറി തമ്പുരാട്ടി, അറിഞ്ഞില്ല, ആ തോർത്തിങ് തന്നിരുന്നെങ്കിൽ എനിക്കൊന്ന് പോയി കുളിക്കായിരുന്നു എന്ന് പറയുവാണ്. അങ്ങനെ രേവതി ആ തോർത്തെടുത്ത് സച്ചിക്ക് എറിഞ്ഞു കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ രേവതിയോട് സച്ചി ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ ദേഷ്യം, എന്ത് പറ്റി എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും രേവതി പെട്ടെന്ന് പറയാണ്, അവരുടെ കല്യാണം ഇപ്പോഴല്ലേ കഴിഞ്ഞേ, എന്നിട്ട് അവർക്ക് ഹണിമൂണിന് പോകണം തോന്നി, നിങ്ങൾക്ക് ഇതുവരെ തോന്നിയോ, നമ്മുടെ അതിന് മുമ്പേ കഴിഞ്ഞതല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും സച്ചി പയ്യെ രേവതിയുടെ അടുത്ത് വന്നിരുന്നിട്ട് പറയുകയാണ്, എന്താ നിനക്ക് ഹണിമൂണിന് പോകണമെന്ന് ആഗ്രഹമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രേവതി എന്ന് വാങ്ങിയത് സന്തോഷത്തോടെ പറഞ്ഞ് തിരിയുമ്പം സച്ചി പറയാണ്, ഒരു കയ്യിൽ കുറച്ച് ഹണി എടുത്തിട്ട് എന്നിങ്ങനെ പറയുമ്പോഴേക്കും രേവതിക്ക് ദേഷ്യം വന്ന് സച്ചിനെ തല്ലുവാണ് കേട്ടോ, ചുമ്മാ തമാശയ്ക്കും. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഞാനും തിരിച്ചു തരുവേ എന്ന് പറയുമ്പോൾ രേവതി, ആഹാ നിങ്ങൾ എന്നെ തല്ലുമോ, എവിടെ തല്ലും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവരിങ്ങനെ കളിച്ചും ചിരിച്ചും ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ശ്രുതി ആ വഴി കൂടെ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ സംസാരം പുള്ളിക്കാരി ഒളിഞ്ഞു നിന്ന് കേൾക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എനിക്ക് മോഷണം വശമില്ലല്ലോ രേവതി, വണ്ടി ഇറക്കണം എന്നുണ്ടെങ്കിൽ ഇനിയും കാശ് വേണം, അതൊന്നും ആയിട്ടുമില്ല, പിന്നെ നമുക്ക് എങ്ങനെ ഹണിമൂൺ പോകാനാണ്. അപ്പം രേവതി പറയുന്നുണ്ട്, അതിന് ആൻഡമാനൊന്നും പോകണ്ട, ഇവിടെ അടുത്തുള്ള മൂന്നാറെങ്ങാനും മതി, എല്ലാം തീർത്തിട്ട് പോകാമെന്ന് ഓർത്തിരുന്നാൽ ഒരു കാലത്തും പോകാൻ പറ്റില്ല എന്നൊക്കെ പറയുവാണ്. ഇതൊന്നും കേൾക്കുന്ന ശ്രുതിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അതേ സമയത്ത് സച്ചി പറയാണ്, അവനെപ്പോലെ മോഷണം അറിയാമായിരുന്നെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു, അമ്മയ്ക്ക് അവനെ ഇഷ്ടമാണെന്നുള്ള സത്യമാണ്, പക്ഷെ അമ്മയുടെ കാശൊന്നും അവന് കൊടുക്കത്തില്ല, അത് 1,00,000 രൂപ, അമ്മയ്ക്ക് കാശിനോട് അതിനേക്കാളും ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് പറയാണ്, അതവൻ മോഷ്ടിച്ച് തന്നെയാണ്, പിന്നെ തക്ക സമയത്ത് അവനെ രക്ഷിക്കാൻ വേണ്ടി അമ്മ ഇടപെട്ടതാ എന്ന് പറയുമ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട്, അയാൾ മോഷ്ടിച്ചതായിരിക്കുമോ, അമ്മ കൊടുത്തായിരിക്കും അല്ലേ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ കൊടുത്ത് കാശ് മറന്നു പോവോ എന്നുള്ള രീതിയിലൊക്കെ പറയുവാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടാൻ പറ്റത്തില്ല കേട്ടോ. ശ്രുതി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ്. അത് കഴിയുമ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, അവനന്ന് തെളിവോടെ പിടിക്കപ്പെട്ടെങ്കിൽ അവൻ്റെ കൈ ഞാൻ ഒടിക്കും എന്ന് പറയുകയാണ്. കലി കയറുന്നുണ്ടെങ്കിലും ശ്രുതി അടക്കി പിടിച്ച് അവിടെ നിൽക്കുവാണ്. അത് കഴിയുമ്പോൾ സച്ചി കുളിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ തോർത്തെടുത്ത്. ആ സമയത്ത് രേവതി വാതിൽ തുറന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ശ്രുതി ഒളിഞ്ഞ് കേൾക്കുന്നതെല്ലാം കേൾക്കുവാണ് കേട്ടോ. ഇത് കാണുന്ന രേവതിക്ക് നല്ല ദേഷ്യം വരുവാണ്. രേവതി നല്ല തുറിച്ച് നോക്കുവാണ് കേട്ടോ. തിരിച്ച് നമ്മുടെ ശ്രുതിയെ നോക്കുന്നുണ്ട്. ശ്രുതി ചെറുതായിട്ടൊന്ന് ചമ്മുന്നുണ്ട്, പക്ഷേ ദേഷ്യത്തിന് ഒട്ടും കുറവില്ല. ശ്രുതിയും കട്ടയ്ക്ക് തന്നെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ ദേഷ്യപ്പെട്ട് നോക്കി നിൽക്കുവാണ്. പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ സുധീനെയാണ് കാണിക്കുന്നത്. സുധി ഇങ്ങനെ പാർക്കിൽ പോയിരിക്കുവാണ്. കുറേ നേരം കഴിയുമ്പം എന്തെങ്കിലും കഴിച്ചേക്കാമെന്ന് പറഞ്ഞ് ലഞ്ച് ബോക്സ് എടുത്ത് തുറന്ന് നോക്കുമ്പോൾ ചോറിൻ്റെ അകത്ത് മുട്ടയും പപ്പടവും കാണുന്നില്ല കേട്ടോ. ആ സമയത്ത് പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര വിളിക്കുകയാണ്. എന്നിട്ട് പറയാം, അമ്മേ മുട്ടയും പപ്പടവും എന്തെന്ന് ചോദിക്കുമ്പം ചന്ദ്ര പറയുന്നുണ്ട്, നീ പേടിക്കണ്ട, അത് ബാഗിൻ്റെ അകത്ത് തന്നെ ഉണ്ട് എന്ന് പറയുകയാണ്. എന്നിട്ട് സുധി പറയാം, ഇപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്, ഫുഡൊക്കെ കഴിക്കട്ടെ എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഫുഡൊക്കെ കഴിച്ചിട്ട് നീ ഇന്നൊരു ജോലി നോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും സുധി സ്ഥിരം പല്ലവി പറയുവാണ് കേട്ടോ. നോക്കണം, എൻ്റെ ക്വാളിഫിക്കേഷനെ പറ്റി പറഞ്ഞ് നോക്കാം അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുഡ് കഴിക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുവാണ്. അപ്പോൾ ചന്ദ്ര ചിന്തിക്കുന്നുണ്ട്, എൻ്റെ പൊന്നെ ഇവനിനി ഒരിക്കലും ജോലിക്ക് പോവുകയല്ലേ, ഞാൻ ഈ പരീക്ഷയൊക്കെ എങ്ങനെ അടച്ചു തീർക്കും എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് സുധി വീണ്ടും മയങ്ങാൻ വേണ്ടി കിടക്കുവാണ്. ആ സമയത്ത് നമ്മുടെ സുധി പണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കാർ ഷോറൂമിൽ അവിടെ വന്നിറങ്ങുവാണ് കേട്ടോ ഒരു ഓട്ടോയിൽ. അവിടെ എത്തിയിട്ട് സുധിനെ വിളിക്കുവാണ്. എന്തെടുക്കുക സുധി എന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ ഓഫീസിലാണ്. ഷോറൂമിലാണോ? അതെ. ഞാൻ പേടിച്ചിരിക്കുമായിരുന്നു, ടെസ്റ്റ് ഡ്രൈവ് വല്ലതും പോയോ എന്ന് ഓർത്ത്. സുധിയുടെ ക്യാബിൻ എവിടെയാണ്? അതിന് നേരെ ചെല്ലുമ്പോൾ ഇടത്തോട്ട് എന്ന് പറയുമ്പോഴേക്കുമാണ് സുധിക്ക് ബോധം വരുന്നത് കേട്ടോ. അല്ല നീ ഇപ്പോൾ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ കാർ ഷോറൂമിലുണ്ട്, സുധിയെ കാണാൻ വേണ്ടി വന്നാ എന്ന് പറയുന്നു കേട്ടോ. സുധി പെട്ടു എന്നുള്ള രീതി നിൽക്കുകയാണ്. പറയണേ, അല്ല ഞാൻ ആ ഷോറൂമിലല്ല, ഞാൻ നമ്മുടെ മുതലാളിക്ക് അടുത്ത് തന്നെ വേറൊരു ഷോറൂമുണ്ട്, അവിടെയാ. എന്തായാലും നീ പൊക്കോ, ഞാനൊരു ക്ലയൻറ്റിനെയും കൊണ്ട് വന്നാ എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ശ്രുതി പറയണേ, ഇല്ല ഞാൻ പോകുന്നൊന്നുമില്ല, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം, ശ്രുതി വന്നിട്ടേ പോകുന്നുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതിയോട് പറയുകയാണ്, ഇല്ല ഞാൻ വരാൻ ഒത്തിരി വൈകും എന്ന് പറയുകയാണ്.
എന്നാലും ശ്രുതി പറയണത് അത് സാരമില്ല, ഇവിടുത്തെ കാറൊക്കെ കാണാമല്ലോ, നമുക്ക് എന്നായാലും ഒരെണ്ണം മേടിക്കേണ്ടതല്ലേ, ഞാനതൊക്കെ നോക്കി ഇവിടെ നിൽക്കാമെന്ന് പറയുമ്പം ശ്രുതി പറയുന്നുണ്ട് അതൊന്നും ഓണറിന് ഇഷ്ടപ്പെടുകയല്ല ശ്രുതി, നീ വീട്ടിൽ പോയിക്കോ എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ശ്രുതി പറയുന്നത് അങ്ങനെയൊന്നുമില്ല, എന്തായാലും ശ്രുതി ഇവിടുത്തെ ബെസ്റ്റ് സ്റ്റാഫല്ലേ, അപ്പോൾ പിന്നെ ശ്രുതിയുടെ വൈഫാന്ന് പറയുമ്പം സാറിന് ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്നെ കാണുമ്പോൾ എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് പറയുകയാണ് ഞാനിവിടെ വെയിറ്റ് ചെയ്യാം, ശ്രുതി എപ്പോഴാന്ന് വെച്ചാൽ വന്നാൽ മതി എന്നുള്ള രീതി പറയുവാണ് കേട്ടോ. ശ്രുതി എന്തൊക്കെ പറഞ്ഞ് തടയാൻ നോക്കിയിട്ടും അതൊന്നും നടക്കുന്നില്ല. അങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ശ്രുതിയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.